ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും കുട്ടൂസ് മീഡിയയുടെ ലേണിംഗ് സെക്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള പ്രീ ഫെർട്ടിലൈസേഷനിലെ ഫസ്റ്റ് പോർഷൻ നമ്മൾ നോക്കിയായിരുന്നു. ഇത് നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സും അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ ദറ്റ് ഈസ് പോളിനേഷൻ. പോളിനേഷൻ എന്ന് പറയുമ്പോൾ പോളിനേഷന് മുന്നേ നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സിൻ്റെ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗാമീറ്റ്സ് ഒന്നും നോൺ മോട്ടൈലാണല്ല, അല്ലേ? അതൊന്നും മോട്ടൈലല്ല. അപ്പോൾ അതിൻ്റെ ഗാമീറ്റ്സ് എന്താണ് സ്റ്റിഗ്മയിലോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ പോളിനേഷൻ സ്റ്റിഗ്മയിലോട്ട് പോകാനുള്ള ഒരു പ്രോസസ്സാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് മീൻ ബൈ പോളിനേഷൻ? പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. ആന്തറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മ ഞാൻ നേരത്തെ പറഞ്ഞ ഇറ്റ്സ് ലാൻഡിങ് പ്ലാറ്റ്ഫോം ആണ്, അല്ലേ, നമ്മുടെ പോളൻ ഗ്രെയിൻസിൻ്റെ. അപ്പോൾ അതിലോട്ട് പോകുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? That process is called pollination. Okay. Then there are three types of pollination. That is, one is autogamy, geitonogamy, and synogamy. Autogamy is also called as self-pollination. ഇനി എന്താണ് ഓട്ടോഗമി നോക്കാം. ഓട്ടോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഒരു ഫ്ലവറിലെ ആന്തറിൽ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിലെ തന്നെ സെയിം സ്റ്റിഗ്മയിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈസ് ഓട്ടോഗമി. ഓട്ടോഗമി കൂടുതൽ നടക്കുന്നത് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ആണ്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ദറ്റ് ഡു നോട്ട് ഓപ്പൺ, ഒരിക്കലും ഓപ്പൺ ചെയ്ത് വരാത്ത ഫ്ലവേഴ്സ്. അതിന് എക്സാമ്പിൾ നമുക്ക് പീ പറയാം, പീനട്ട് പറയാം. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്, ബീനും പീനട്ടും. അപ്പോൾ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിലാണ് കൂടുതലും ഓട്ടോഗമി നടക്കുന്നത്. ഇനി ചാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സ് നമ്മൾ ചാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് പറയുന്നത്. ഈ കൊമലിന, വയോള, ഓക്സാലിസം എന്നീ മൂന്ന് പ്ലാന്റ്സ് ബോത്ത് ക്ലിസ്റ്റോഗമി ചാസ്മോഗമി കാണിക്കുന്ന ഫ്ലവേഴ്സാണ് കൊമലിന, വയോള, ഓക്സാലിസ്. ഓക്കെ, പിന്നെ ഈ ഓട്ടോഗമി വഴി ഉണ്ടാവുന്ന ഓട്ടോഗമി നടക്കുന്ന പ്ലാന്റ്സിന് അവർക്കൊരു ജെനറ്റിക് വേരിയേഷൻസ് കണ്ടില്ല. കാരണം എന്ന് വെച്ചാൽ സെയിം പോളൻ ഗ്രെയിൻ, സെയിം ഒരു ഫ്ലവറിൽ പോളൻ ഗ്രെയിൻ അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിലോട്ട് വരുമ്പോഴത്തേനും നോർമലി എന്താണ് അവിടെ ജെനറ്റിക് വേരിയേഷൻസ് ഒന്നും നടക്കാറില്ല. പിന്നെ ഓട്ടോഗമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു പോളിനേറ്ററിൻ്റെ ആവശ്യമില്ല. പുറത്തുനിന്നൊരു ഒരു ബീസിൻ്റെ ആനിമലിൻ്റെ അല്ലെങ്കിൽ ഒരു വാട്ടറിൻ്റെ ഒരു വിൻഡിൻ്റെ അതിനൊരു ഹെൽപ്പൊന്നും വേണ്ട. ഡയറക്റ്റായിട്ട് തന്നെ അതിനകത്തൊരു പോളിനേഷൻ നടക്കുന്നുണ്ട്. പോളിനേറ്ററിൻ്റെ ഹെൽപ്പ് ആവശ്യമില്ല. അതാണ് ഓട്ടോഗമി. ഓക്കെ, ഇനി നമുക്ക് ഗെറ്റിനോഗമി നോക്കാം. ഗെറ്റിനോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെടിയുടെ ഇതൊരു കൺസിഡർ ചെയ്യുക, ഒരു ഫ്ലവറാണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ നിന്നുള്ള പോളൻ ഗ്രെയിൻസ്, ഇവിടെ നിന്നുള്ള ആന്തറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിലോട്ട് വരുന്നത്. അപ്പോൾ ഒരു സെയിം പ്ലാന്റിൽ ഡിഫറെൻറ്റ് ഫ്ലവറിൽ നടക്കുന്ന പോളിനേഷനാണ് ഗെറ്റിനോഗമി. ഇതൊരു ക്രോസ് പോളിനേഷൻ ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്നുള്ളത് ഇതിലോട്ട് വരുന്ന പോളിനേഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഗെറ്റിനോഗമി എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡിഫറെൻറ്റ് ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്, ഒരു സെയിം പ്ലാന്റിൽ തന്നെ രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗെറ്റിനോഗമി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ജെനറ്റിക് വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓട്ടോഗമി പോലെ തന്നെയാണ്, അവിടെ ജെനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവുന്നില്ല. പിന്നെ ഇവിടെ ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റ് ഹെൽപ്പ് വേണം. കാരണം ഇവിടെ നിന്ന് താഴെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഒരു വിൻഡിൻ്റെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ഇൻസിൻ്റെ ഹെൽപ്പ് വേണം, അപ്പോൾ അല്ലെങ്കിൽ ഒരു വാട്ടറിൻ്റെ ഹെൽപ്പ് വേണം. എന്തിനെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ മുകളിൽ നിന്നുള്ള ഫ്ലവർ താഴോട്ടില്ലെങ്കിൽ താഴ്ന്ന് മുകളിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു ഹെൽപ്പ് വേണം. അപ്പോൾ ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റ് ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഗെറ്റിനോഗമി നടക്കത്തുള്ളൂ. ദെൻ വി മൂവ് ടു സിനോഗമി. സിനോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറൻറ്റ് ഫ്ലവർ. ഇപ്പോൾ രണ്ട് പ്ലാന്റിൽ രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന പോളിനേഷൻ. അപ്പോൾ ഈ ഫ്ലവറിൽ നിന്ന് വേറൊരു ചെടി അതുപോലത്തെ മുകളിലത്തെ ഫ്ലവറിലോട്ട് നടക്കുന്ന പോളിനേഷൻ എന്തെന്ന് പറഞ്ഞാൽ സീനോഗമി എന്ന് പറയുന്നത്. സീനോഗമിയുടെ റിസൾട്ടായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇതിൽ ജെനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് എ ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് അതർ ഫ്ലവർ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സിനകത്തുള്ള നടക്കുന്ന പോളിനേഷൻ എന്താ പറയുന്നത്? സീനോഗമി. സീനോഗമിയുടെ സീനോഗമിയുടെ റിസൾട്ടായിട്ട് അവിടെ ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ഓട്ടോഗമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോഗമിക്കകത്ത് പോളൻ റിലീസ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും സിൻക്രോണൈസ്ഡ് ആണെങ്കിൽ മാത്രമേ ഓട്ടോഗമി നടക്കത്തുള്ളൂ. പക്ഷേ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത് സ്റ്റിഗ്മ വെച്ചോറാവുന്നത് ഏകദേശം ഒരേ ടൈമിലായിരിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ ഓട്ടോഗമി നടക്കത്തുള്ളൂ. സോ ഓട്ടോഗമി ഇസ് റെയർ ആണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് നോക്കാം. എന്ന് വെച്ചാൽ ഈ പോളിനേഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻറ്റ്സ് ആണ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. അത് ബയോട്ടിക് ഉണ്ട്, എബയോട്ടിക് ഉണ്ട്. ബയോട്ടിക്കിൽ വിൻഡും വാട്ടറുമാണ് സഹായിക്കുന്നത്, എബയോട്ടിക്കായിട്ട് ആനിമൽ. ഓക്കെ, ദെൻ വി മൂവ് ടു ബയോട്ടിക് ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ. ദീസ് ആർ വിൻഡ് ആൻഡ് വാട്ടർ. വിൻഡ് പോളിനേഷൻ ഈസ് ഓൾസോ കാൾഡ് ആസ് അനിമോഫിലി. വിൻഡ് പോളിനേഷനിൽ
പ്രത്യേകതകൾ പറയണം. അതിൻ്റെ ഫ്ലവേഴ്സ് ഇൻഫ്ലോറസൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ അതിൻ്റെ സ്റ്റേമെൻസ് എക്സ്പോസ്ഡ് ആയിരിക്കണം. ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം. എന്നുവെച്ചാൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്ന സ്റ്റേമെൻസിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് റിലീസ് ആകുമ്പോൾ ആ പോളൻ ഗ്രെയിൻസ് എല്ലാം ലൈറ്റ് വെയിറ്റും നോൺ സ്റ്റിക്കി ആണ്. പക്ഷേ വിൻഡിൽ ഇങ്ങനെ പോകണം. അപ്പോൾ സ്റ്റിക്കി ആയി കഴിഞ്ഞാൽ അതിന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. വെയിറ്റ് കൂടുതലാണെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ the pollen grain should be lightweight and non-sticky. The presence of single ovule in ovary is a peculiar feature of wind pollination. Wind pollination ഓവറിയുടെ ഓവ്യൂൾസിന് എന്താ പാടുള്ള ഒരു സിംഗിൾ ഓവ്യൂൾ മാത്രം പാടുള്ളതാണ് ഈസി എന്ന് പറയുന്നത്. പിന്നെ ടാസൽസിൻ്റെ പ്രസൻസ്. ടാസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിഗ്മ സ്റ്റൈലും കൂടെ ജോയിൻ ചെയ്തിട്ട് നിൽക്കുന്ന സ്ട്രക്ചറാണ് ടാസൽസ്. ടാസൽസിന് ഇങ്ങനെ വിൻഡ് പോളിനേഷനിൽ പോകുന്ന പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാനുള്ള എബിലിറ്റി ആണ്. അപ്പോൾ വിൻഡ് പോളിനേഷനിലെ ഫ്ലവേഴ്സ് എപ്പോഴും ഇൻഫ്ലോറസൻസ് ആയിട്ട് അറിഞ്ഞിരിക്കണം, എക്സ്പോസ് ആയിട്ടുള്ള സ്റ്റെമിനായിരിക്കണം, ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, പോളൻ ഗ്രെയിൻസ് നോൺ സ്റ്റിക്കി ആയിരിക്കണം. ഇനി അടുത്ത വാട്ടർ പോളിനേഷൻ. വാട്ടർ പോളിനേഷൻ ഇസ് ഓൾസോ കോൾഡ് ഹൈഡ്രോഫിലി എന്ന് പറയും. വാട്ടർ പോളിനേഷൻ റെയർ ആണ്. നമ്മുടെ ആൻജിയോസ്പേംസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കൂടുതലും നമുക്ക് ആൽഗെ, ബ്രയോഫൈറ്റ്, ജിംനോസം, ടെറോഫൈറ്റ്സ് അവർക്കാണ് കൂടുതലായിട്ടും വാട്ടർ പോളിനേഷൻ ഉള്ളത്. പിന്നെ നമ്മൾ മോണോകോട്ടിലോൺസിലും കാണാറുണ്ട് വാട്ടർ പോളിനേഷൻ. ഫ്രഷ് വാട്ടറുടെ വാലിസ്നേറിയ ഹൈഡ്രില്ല, സീ വാട്ടറായിട്ട് സോസ്ട്രിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ വാലിസ്നേറിയയുടെ കേസിലാണെങ്കിൽ അതിൻ്റെ ഫീമെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൻ്റെ സർഫേസിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് റിലീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാട്ടർ കറണ്ടിൽ മൂവ് ചെയ്ത് വാലിസ്നേറിയയുടെ ഫീമെയിൽ ഫ്ലവറിൽ സ്റ്റിഗ്മയിൽ വരും. അങ്ങനെ അവിടെ പോളിനേഷൻ നടക്കും. അങ്ങനെയാണ് വാലിസ്നേറിയയിൽ പോളിനേഷൻ നടക്കുന്നത്. സീ വാട്ടറിലെ സോസ്റ്റർ ആണെങ്കിൽ സോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീമെയിൽ ഫ്ലവർ എന്താണ് സബ്മർജ്ഡ് ആയിരിക്കും. വാട്ടറിൽ സബ്മർജ്ഡ് ആയിട്ട് മുഴുകി താന്ന് കിടക്കും. അപ്പോഴത്തേനും അവിടെയും പോളൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ കറണ്ട് വഴി സോസ്റ്ററിൻ്റെ ഫീമെയിൽ ഫ്ലവറിൽ എത്താറുണ്ട്. വാലിസ്നേറിയയിൽ ഫീമെയിൽ ഫ്ലവർ സർഫേസിലായിരിക്കും, സോസ്റ്ററിൽ ഫീമെയിൽ ഫ്ലവർ സബ്മർജ്ഡ് ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടറിൽ നിൽക്കുന്ന എല്ലാ പ്ലാന്റ്സിനും വാട്ടർ പോളിനേഷൻ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ വാട്ടർ ലില്ലി ആയാലും ലോട്ടസ് പോലെയുള്ള പ്ലാന്റ്സിലൊക്കെ എന്താണ് അതിനൊന്നും വാട്ടർ പോളിനേഷൻ അല്ല. കാരണം അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ഫ്ലവർ വാട്ടറിൽ നിന്നും എബോവ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ വാട്ടർ സർഫസിൽ നിന്നും കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. അപ്പോഴത്തേനും എന്തായാലും അതിനൊന്നും ഇപ്പോൾ വാട്ടർ പോളിനേഷൻ ആവണമെന്നില്ല. അത് വിൻഡ് പോളിനേഷൻ ആവാം, ചിലപ്പോൾ അത് ഇൻസെക്ട് പോളിനേഷനും ആവാം. then അടുത്ത ഇതിൻ്റെ പോളൻ ഗ്രെയിൻസിൻ്റെ പെക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ അത് ലോങ് ആയിരിക്കും, റിബൺ ഷേപ്ഡ് ആയിരിക്കും, മ്യൂസിലാജിനസ് കവറിങ് ആണ്. കാരണം വെള്ളത്തിൽ കമ്പിളിൽ കിടക്കുമ്പോൾ അതെന്തായിരിക്കും വാട്ടർ ഒരുപാട് കയറി നശിച്ചു പോകാതിരിക്കാനായിട്ട് അതിനെ കവർ ചെയ്തൊരു കോട്ടിങ്ങും കാണും. അതാണ് വാട്ടർ പോളിനേഷനിലെ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രത്യേകത. എബയോട്ടിക് ഏജൻറ്റ്സ്, നമ്മൾ ഇത്ര നേരം ബയോട്ടിക് ഏജൻസിനെയാണ് പറഞ്ഞത് പോളിനേഷനിൽ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എബയോട്ടിക് ഏജൻറ്റ്സ് ആൻഡ് പോളിനേഷൻ. എബയോട്ടിക് ഏജൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ആനിമൽ ആസ് എ പോളിനേറ്റിംഗ് ഏജൻറ്റ്, ആനിമൽസ് ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിലാണ് അതൊരു എബയോട്ടിക് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽസ് നമുക്ക് എക്സാമ്പിളായിട്ട് കുറച്ച് ഇൻസെക്ട്സ് ഒക്കെ പറയാം. ബീസ്, ബട്ടർഫ്ലൈ, പിന്നെ ഫ്ലൈ, ബീറ്റിൽ, വാസ്പ്, പിന്നെ ലാർജ് ആനിമൽസിൽ പ്രൈമേറ്റ്സിൽ ലീമർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ആർബോറിയൽ റോഡൻസ്, റെപ്റ്റൈൽസ്, പിന്നെ ഗ്രീൻ ലിസാർഡ്, ഗാർഡൻ ലിസാർഡ്, ഇതൊക്കെ എബയോട്ടിക് ഏജൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഇൻസെക്ട്സ് ആണ് ഒരു എബയോട്ടിക് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ എൻറ്റമോഫിലി എന്ന് പറയും. ആനിമൽസ് ആണ് എബയോട്ടിക് ഏജൻ്റ് എങ്കിൽ നമ്മൾ സൂഫിലി എന്ന് പറയും. ബേർഡ്സ് ആണെങ്കിൽ ഓർണിത്തോഫിലി എന്ന് പറയും. ആൻഡ് ആണെങ്കിൽ മിർമിക്കോഫിലി, സ്നെയിൽ ആണെങ്കിൽ മാലക്കോഫിലി. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാനായിട്ട് എഴുതിയതാണ്. എൻട്രൻസിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ്, കുഞ്ഞു ഈസിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്തുള്ളത് എബയോട്ടിക് ഏജൻസിൻ്റെ കാര്യത്തിൽ അതിന് ഫ്ലവേഴ്സ് എപ്പോഴും ലാർജ് ആയിരിക്കണം, പിന്നെ കളർഫുൾ ആയിരിക്കണം, ഫ്രേഗ്രൻ്റ് ആയിരിക്കണം, റിച്ച് ഇൻ നെക്ടർ ആയിരിക്കണം. കാരണം എന്ന് വെച്ചാൽ വരുന്ന ഒരു പോളിനേറ്റിംഗ് ഏജൻറ്റിന് അത് അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പം വലിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ എന്താ ഇൻസെക്ട്സിന് ഉള്ളിൽ കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫ്രാഗ്രൻസ് ആണെങ്കിൽ ഫ്രാഗ്രൻസും കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് അട്രാക്റ്റീവ് ആയിരിക്കണം നമ്മുടെ ഇൻസെക്ട്സിന്. പിന്നെ പ്രത്യേകത വെച്ചാൽ റിച്ച് ഇൻ നെക്ടേഴ്സ് ആണെങ്കിൽ വരുന്ന ബീസ് ആയാലും ആൻസ് ആയാലും എന്താ ബേർഡ്സൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് റെഡിയായിട്ട് ഒരു ഫ്ലവർ റെഡിയായിട്ട് നിൽക്കുന്നതാണ് എബയോട്ടിക് ഏജൻറ്റ്. ഒരു എബയോട്ടിക് ഏജൻസിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് എപ്പോഴും ലാർജ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ നെക്ടറും പോളൻ ഗ്രെയിൻസും എന്താണ് അത് റിവാർഡ്സ് ആയിട്ട് തന്നെ കൊടുക്കും തിരിച്ച്. എന്ന് വെച്ചാൽ പോളിനേഷൻ നടത്തുമ്പോൾ പ്ലാന്റ്സിന് എന്താ നെക്ടറും പോളൻ ഗ്രെയിൻറ്റൊക്കെ ഗിഫ്റ്റ് ആയിട്ടാണ് എന്താണ് ഫ്ലവേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഇൻസെക്ട് അല്ലെങ്കിൽ ഒരു ആനിമൽ നമ്മുടെ ഫ്ലവറിനകത്തോട്ട് കയറുകയാണെങ്കിൽ എന്താ അവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടല്ലോ, അവിടുത്തെ സ്റ്റിക്കി നേച്ചറായിരിക്കും കേട്ടോ അവിടുത്തെ പോളൻ ഗ്രെയിൻസ്. അപ്പോൾ ഈ സ്റ്റിക്കി നേച്ചറുള്ള പോളൻ ഗ്രെയിൻസ് ഇതിൻ്റെ ബോഡിയിലൊക്കെ ഇങ്ങനെ ടച്ച്
അറ്റാച്ച് ചെയ്തിരുന്നിട്ട് അവിടെ നിന്ന് അതിപ്പോൾ നെക്ടറും പോളൻ ഇപ്പോൾ എന്താണോ അത് വന്നത്, ഇപ്പോൾ നെക്ടർ എടുക്കാനുണ്ടെങ്കിൽ നെക്ടറൊക്കെ എടുത്ത് പോളൻ ഗ്രെയിൻസ് ഒക്കെ അതിൻ്റെ ദേഹത്ത് പറ്റി പിടിച്ച് ചിലപ്പോൾ പോളൻ ഗ്രെയിൻസ് കൺസ്യൂം ചെയ്യുന്ന ആനിമൽസ് ഇൻസെക്ട്സ് ഒക്കെ ആയിരിക്കും. അതും കൺസ്യൂം ചെയ്ത് ഇറങ്ങിയിട്ട് വേറൊരു പ്ലാന്റിൽ ഇതുപോലെ, വേറൊരു പ്ലാന്റിൻ്റെ ഫ്ലവറിൽ ഇതുപോലെ ഇതുപോലെ ഇരിക്കും. അപ്പോഴത്തേനും ഇതിൻ്റെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റിഗ്മയിൽ ചെന്ന് വീഴും. അപ്പോൾ പോളിനേഷൻ നടക്കും. ഇതാണ് എബയോട്ടിക് ഏജൻറ്റിൽ പോളിനേഷൻ നടക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു എക്സാമ്പിൾ, ഒരു റിലേഷൻഷിപ്പാണ് യുക്ക എന്ന് പറയുന്നൊരു പ്ലാന്റും ഒരു സ്പീഷീസ് ഓഫ് മോത്തിലും നടക്കുന്ന ഒരു തരം എന്താണ് റിലേഷൻഷിപ്പാണ് ഈ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്ക ഇല്ലാതെ മോത്തിന് ജീവിക്കാൻ പറ്റത്തില്ല, മോത്തില്ലാതെ യുക്കയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവത്തില്ല. രണ്ടുപേരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താണ്, അവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം യൂക്ക എന്ന് പറഞ്ഞ ചെടിയിലെ ഓവറിൻ ലോക്യൂൾ, ഞാൻ പറഞ്ഞല്ലോ ഓവറിക്കകത്ത് ഒരു ലോക്യൂൾ ഉണ്ടെന്ന് ഞാൻ ഓവറിയുടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ലോക്യൂളിനകത്താണ് നമ്മുടെ മൂത്ത് എന്ത് ചെയ്യുന്നത്, എഗ് ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ യൂക്കയ്ക്കകത്തോട്ട് ഈ മൂത്ത് കയറി അതിൻ്റെ ലോക്യൂളിൽ എന്താ എഗ് ലേ ചെയ്യുമ്പോൾ ഈ കയറുന്ന സമയത്തേന് എന്തോ പറ്റും, അവിടെ എന്താ പോളിനേഷൻ നടക്കും. അപ്പോൾ മോത്തുണ്ടെങ്കിൽ മാത്രമേ യുക്കയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ, യുക്ക ഉണ്ടെങ്കിൽ മോത്തിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഇതൊരു റിലേഷൻഷിപ്പാണ്. പിന്നെ നെക്ടർ റോബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻസെക്ട്സ് ഉണ്ടല്ലോ, ഈ പൂമ്പൊടിയും മീൻസ് പോളൻ ഗ്രെയിൻസും നെക്ടർ എടുക്കാമെന്ന് പറഞ്ഞ് കയറിയിട്ട് പോളിനേഷൻ നടത്താതെ അത് മാത്രം എടുത്തിട്ടിങ്ങ് പോകും. ജസ്റ്റ് പോളിനേഷൻ അവിടെ നടത്തത്തില്ല. അവരെ നമ്മൾ നെക്ടർ റോബേഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ പോളിനേഷനിൽ 3 ടൈപ്സ്, പിന്നെ അതിൻ്റെ 3 ഏജൻറ്റ്സ്, വിൻഡ്, വാട്ടർ ആൻഡ് ആനിമൽ പോളിനേഷൻ. ഇത് 3 ഓക്കെ. ജസ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്ന് പറയും. ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് വെച്ചു. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫ്ലവറിലോട്ട് അതിൻ്റെ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വരുന്നു, അതിൻ്റെ തന്നെ എന്താ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻബ്രീഡിങ് നടന്നു കഴിഞ്ഞാൽ ഇൻബ്രീഡിങ് ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് ഇൻബ്രീഡിങ് കോസസ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അപ്പോൾ അതിൻ്റെ ഔട്ട് ബ്രീഡിങ്, അപ്പോൾ അത് ഒരിക്കലും പ്ലാന്റ്സ് ഇൻബ്രീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എപ്പോഴും അത് ഔട്ട് ബ്രീഡിങ്ങിനെ എന്താണ് ഇഷ്ടപ്പെടുന്നത്. സെൽഫ് പോളിനേഷൻ ഒരിക്കലും പ്ലാന്റ് ആഗ്രഹിക്കുന്നില്ല, എപ്പോഴും അത് ക്രോസ് പോളിനേഷൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്താ കുറേ ഡിവൈസസ് അതിൽ തന്നെ അഡാപ്റ്റഡ് ആയിട്ടുണ്ട്, വെച്ചാൽ നാച്ചുറൽ തന്നെ അതിനെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് ആണ് ഈ 4 ഒന്ന് വെച്ചാൽ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി നോട്ട് സിൻക്രോണൈസ്. അതായത് നമ്മൾ പറഞ്ഞു പോളൻ റിലീസ് ആവുന്നതും സ്റ്റിഗ്മ മെച്യൂർ ആവുന്ന ഒരേ സമയത്താണെങ്കിൽ മാത്രമേ ഓട്ടോഗമി നടക്കത്തുള്ളൂ. അപ്പോൾ എന്താ പറ്റും, സ്മോളർ റിലീസ് ആവുന്നതും സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്നതും രണ്ട് ടൈമിലാണെങ്കിൽ, അപ്പോൾ പോളൻ റിലീസ് ചെയ്യുന്ന സമയത്ത് സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആണെങ്കിൽ അവിടെ പോളിനേഷൻ നടക്കത്തില്ല, അല്ലെങ്കിൽ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്ന സമയത്ത് പോളൻ റിലീസ് ആണെങ്കിൽ അവിടെ പോളിനേഷൻ നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ രണ്ട് ടൈമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഇൻബ്രീഡിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ആന്തർ സ്റ്റിഗ്മ പ്ലേസ് ഡിഫറെൻറ്റ് പൊസിഷൻസ് ഇൻ ഫ്ലവർ. ഒരു ഫ്ലവറിൽ തന്നെ ആന്തറും സ്റ്റിഗ്മ രണ്ട് പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ് ഇൻബ്രീഡിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. ഇപ്പോൾ ഒരു എന്താ സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ വന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോളൻ ഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിന് തന്നെ ഒരു ജനറ്റിക് മെക്കാനിസം ഉണ്ട് കറക്റ്റായിട്ടുള്ളൊരു പോളൻ ഗ്രെയിനിനെ തിരിച്ചറിയാനും അത് വരുമ്പോൾ തന്നെ അവിടെ പോളൻ ട്യൂബ് ജെർമിനേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു ഇൻകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു പോളനാണ് വരുന്നതെങ്കിൽ അതൊരിക്കലും എന്താണ് അവിടെ ഗ്രോത്തിന് അലോ ചെയ്യത്തില്ല. അതാണ് സെൽഫ് ഇൻകോമ്പാക്റ്റബിൾ. അതിന് തന്നെ അതിൻ്റെ പോളന് തിരിച്ചറിയാനും കഴിയും, അതിനെ എന്താണ് പോളൻ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റില്ല. സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. രണ്ടാമത് പ്രൊട്ടക്ഷൻ ഓഫ് യൂണിസെക്ഷൽ ഫ്ലവർ. ഒരിക്കലും ഒരു ബൈസെക്ഷൽ ഫ്ലവറിന് ഉണ്ടാവുന്നതിനെക്കാട്ടിയും യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻബ്രീഡിങ്ങിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. These are the 4 outbreeding devices. Pollen release and stigma receptivity are not synchronized, and stigma plays a different position, self-incompatibility and production of unisexual flower. Just me move to monoecious and dioecious flower. Monoecious എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഫീമെയിൽ ഫ്ലവറും മെയിൽ ഫ്ലവറും ഒരു ചെടിയിൽ തന്നെ ഒരു പ്ലാന്റിൽ തന്നെ ഫീമെയിൽ ഫ്ലവറും മെയിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ മൊണീഷ്യസ് എന്ന് പറയും. ഓക്കെ, രണ്ടും ഒന്നിലെന്ന് ഓർത്താൽ മതി. അപ്പോൾ മൊണീഷ്യസ് അല്ലെങ്കിൽ ഇത് ഡിഫറൻസ് ബൈസെക്ഷനും യൂണിസെക്ഷനും മൊണീഷ്യസ് ആൻഡ് ഡയോഷ്യസ് നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ വന്ന ടേംസ് ആണ്. മൊണീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ എ സിംഗിൾ പ്ലാന്റ്, അങ്ങനെ ആലോചിച്ചാൽ മതി, രണ്ടും ഒന്നിൽ. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് മൊണീഷ്യസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് കാസ്ട്രോ ആൻഡ് മീസ്. കാസ്ട്രോ മീസിലും എപ്പോഴും എന്താണ് ഓട്ടോഗമി പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ, രണ്ട് ഫ്ലവറാണ് അതിലുള്ളത്. മെയിൽ ഫ്ലവർ പ്രത്യേകം കൊണ്ട് ഫീമെയിൽ ഫ്ലവർ പ്രത്യേകം ഉണ്ട്. അപ്പോൾ അവിടെ ഓട്ടോഗമി ഒരിക്കലും നടക്കുന്നില്ല, പക്ഷേ അവിടെ ഗീറ്റനോഗമി നടക്കുന്നുണ്ട്. ഇതൊക്കെ ഡയോഷ്യസ് പ്ലാന്റ് പപ്പായയിലൊക്കെ രണ്ട് പ്ലാന്റ്സ് ഉണ്ട്, അറിയാലോ.
അപ്പം മെയിൽ പ്രത്യേകം കൊണ്ട് ഫീമെയിൽ ഉണ്ട്. അപ്പോഴത്തേനും അവിടെ എന്ത് നടക്കുന്നു, അവിടെ ഓട്ടോഗമി നടക്കുന്നില്ല, ഗിറ്റ്നോഗമി നടക്കുന്നില്ല, പക്ഷെ അവിടെ ക്സിനോഗമി മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ പല പല ടെക്നിക്സ് ഉപയോഗിച്ചാണ് നേച്ചർ ഇൻബ്രീഡിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. Then we move to the topic pollen pistil interaction. Pollen pistil interaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡൈനാമിക് പ്രോസസ്സാണ്. അതായത് പോളൻ റിലീസ് ചെയ്തതിന് ശേഷം സ്റ്റിഗ്മയിൽ വന്ന് വീണുണ്ടോ, അത് കഴിഞ്ഞിട്ട് ആ സ്റ്റിഗ്മ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിന് ഒന്നുകിൽ അതിൻ്റെ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അത് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളൻ പിസ്റ്റൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിഗ്മയ്ക്ക് അറിയാൻ പറ്റും ഇത് റൈറ്റ് ടൈപ്പ് പോളനാണോ അല്ലെങ്കിൽ അതൊരു റോങ് ടൈപ്പ് പോളനാണോ, അതൊരു കോമ്പാക്റ്റബിൾ പോളനാണോ അല്ലെങ്കിൽ അത് ഇൻകോമ്പാക്റ്റബിൾ പോളനാണോ. ഒരു റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ ആണെങ്കിൽ മാത്രമേ എന്തത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലാതെ റോങ് ടൈപ്പ് പോളൻ ആണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റിഗ്മയിൽ ഒരു പോളൻ ഗ്രെയിൻ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെയിം ഫ്ലവറിൽ നിന്ന് വന്നിട്ടുള്ള പോളനാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി, അതുപോലെയാണ് റൈറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പോളൻ വന്ന് ഡെസ്റ്റ് ആവുന്നെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ അവിടെ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. അതിന് നമ്മളൊരു കെമിക്കൽ കമ്പോണൻറ്റ് പറയുന്നുണ്ട്. ഇത് പോളനിലുള്ള ഒരു കെമിക്കൽ കമ്പോണൻറ്റ് നമ്മുടെ പിസ്റ്റലുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻറ്ററാക്ഷൻ വഴിയാണ് എന്താണ് റൈറ്റ് ടൈപ്പാണോ റോങ് ടൈപ്പ് ആണോ റോങ് ടൈപ്പ് ആണോ എന്നത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ കമ്പൗണ്ട് ഓഫ് ദി പോളൻ ഇന്ററാക്ട് വിത്ത് ദോസ് ഓഫ് ദി പിസ്റ്റൽ. അപ്പോൾ നമ്മുടെ പിസ്റ്റലിലെ സ്റ്റിഗ്മ വെച്ചിട്ട് ആ കെമിക്കൽ കമ്പൗണ്ട് ഓഫ് ദ പോളനും നമ്മുടെ പിസ്റ്റലും തമ്മിൽ ഇന്ററാക്ഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അതുവഴി അതിനെ മനസ്സിലാവും അത് റൈറ്റ് ടൈപ്പ് ആണോ റോങ് ടൈപ്പ് ആണോ എന്ന്. അപ്പോൾ റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ അത് എന്ത് സംഭവിക്കും, പോളൻ ട്യൂബിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഹൗ എ പോളൻ ട്യൂബ് ഡെവലപ്പ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പോളൻ വന്ന് ഇവിടെ ടെസ്റ്റ് ആയെന്ന് വെച്ചു. അപ്പം പോളനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു എക്സൈൻ എന്ന് പറഞ്ഞ ലെയറുണ്ട്, ഇൻജൈൻ എന്നും പറഞ്ഞ ലെയറുണ്ട്. എക്സൈനിൻ്റെ ലെയർ വേണ്ടിയിരിക്കുന്ന സ്പോറോപോളിനിലാണ്. ഒരു പോയിന്റിൽ സ്പോറോപോളിൻ ആബ്സെന്റ് ആണ്. ആ പോയിന്റ് നമ്മൾ ജേം പോർ എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ലേ. ഞാനപ്പോൾ ജേം പോറിനെ കുറിച്ച് പിന്നെ പറയാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വന്നത്. അതായത് നമ്മുടെ പോളൻ ഗ്രെയിനിൽ അതിൻ്റെ ജേംപോർ അതായത് സ്പോറോപോയിൻ ആബ്സെൻ്റ് ആയിട്ടുള്ള അവിടെ നിന്ന് പോളൻ ട്യൂബ് ജേർമിനേറ്റ് അതായത് റൈറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു പോളനിൽ നിന്ന് പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് അത് സ്റ്റൈലിൽ കൂടെ വരുന്ന ടൈമിൽ നമ്മൾ 2 സെൽഡ് സ്റ്റേജിലാണ് എപ്പോഴും പോളൻ ഗ്രെയിൻസ് റിലീസ് ആവുന്നതെന്ന് പറഞ്ഞാണ്. 2 സെൽഡ് സ്റ്റേജും ഉണ്ട്, 3 സെൽഡ് സ്റ്റേജ് റിലീസ് ആവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 സെൽഡ് സ്റ്റേജിലാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ പോളൻ ട്യൂബ് ഫോം ചെയ്തതിന് ശേഷം ആ ജനറേറ്റീവ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ആവും. ഇല്ല അത് 3 സെൽഡ് ആണെങ്കിൽ നേരത്തെ അത് പോളൻ ആദ്യം റിലീസായപ്പോഴും അത് എന്താണ് ജനറേറ്റീവ് സെല്ല് രണ്ട് ഗാമിറ്റ്സോടെ ഫോം ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, പോളൻ ട്യൂബ് ഫോം ചെയ്യുന്ന സമയത്ത് 2 സെൽഡ് സ്റ്റേജിലുള്ള ഒരു ജനറേറ്റീവ് സെല്ല് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് താഴോട്ട് മൂവ് ചെയ്ത് എവിടെ നമ്മുടെ സൈനർജിഡ്സിൻ്റെ അടുത്തോട്ട് പോയി. സൈനർജിഡ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞാലും ഫിലിഫോം അപ്പാരറ്റസ് ആണ് പോളൻ ട്യൂബിന് എന്താണ് എഗ്ഗിൻ്റെ അടുത്തോട്ട് എൻ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഹെൽപ്പോട് കൂടി എന്താണ് ഈ പോളൻ ട്യൂബ് ഇവിടെ പോയി നമ്മുടെ എഗ്ഗിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഇത്രയും പ്രോസസ്സിനെയാണ് നമ്മുടെ പോളൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതായത് പോളൻ ഗ്രെയിന് സ്റ്റിഗ്മയിൽ വന്ന് ഡസ്റ്റായി അവിടുന്ന് പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് എഗ്ഗിൽ വരുന്ന വരെയുള്ള പ്രോസസ്സാണ് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കെമിക്കൽ പ്രോസസ്സ് വഴി റൈറ്റ് ടൈപ്പ് ആണോ റോങ് ടൈപ്പ് ആണോ വന്നിരിക്കുന്ന പോളൻ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് റൈറ്റ് ടൈപ്പ് ആണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത് റോങ് ടൈപ്പ് ആണെങ്കിൽ അതിനെ റിജക്ട് ചെയ്തിട്ട് റൈറ്റ് ടൈപ്പുള്ള പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് എഗ്ഗിൻ്റെ അടുത്തോട്ട് പോയി ഫ്യൂസ് ചെയ്യുന്നില്ല എഗ്ഗിൻ്റെ അടുത്തോട്ട് വരുന്നത് വരെയുള്ള പ്രോസസ്സാണ് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then we move to double fertilization. It is the most important peculiar feature of angiosperm is the double fertilization. അപ്പോൾ 2 ജനറേറ്റീവ് സെൽ ഉണ്ട് അല്ലേ, അതിലൊരു ജനറേറ്റീവ് സെല്ല് നമ്മുടെ എഗ് സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് ഇവിടെ പോകുന്നു, ഇത് ഫോം ചെയ്യുന്നു, ദാറ്റ് സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഫോം ചെയ്യുന്ന ആ പ്രോസസ് സിംഗമി ആയിട്ടുള്ള അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗാമീറ്റ് അപ്ലോയിഡ് ആയിട്ടുള്ള എഗ് സെല്ലുമായിട്ട് ഫോം ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് സിംഗമി. അതർ മെയിൽ ഗാമീറ്റ് അപ്പോൾ ജനറേറ്റീവ് സെല്ലിൽ നിന്ന് ഫോം ചെയ്യുന്ന അടുത്ത മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയ അല്ലെങ്കിൽ സെൻട്രൽ സെല്ലാണ്. ഈ സെൻട്രൽ സെല്ലിലായിട്ട്
അതായത് പോളാർ ന്യൂക്ലിയസ് 2 സെല്ലുണ്ട്, അതുമായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. അതിനാണ് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു, മറ്റേ മെയിൽ ഗാമീറ്റ് പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ ഇതിനാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് എന്തായിട്ട് മാറുന്നു? എംബ്രിയോ ആയിട്ട് മാറുന്നു. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേം ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ പോളൻ ബേസ്ഡ് ഇൻട്രാക്ഷനും ഡബിൾ ഫെർട്ടിലൈസേഷനും. ഓക്കെ, then we move to next topic is artificial hybridization. ഇനി നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഡബിൾ ഫെർട്ടിലൈസേഷൻ വരെ നോക്കിയായിരുന്നേ. ഇനി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് പോലെ തന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഷുവർ ആയിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇറ്റ് ഇൻവോൾവ് 6 സ്റ്റെപ്സ്. അതിനൊരു 6 സ്റ്റെപ്സ് ഉണ്ട്. അത് ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു അപ്രോച്ചായിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്. ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയാമല്ലോ, നമുക്ക് നല്ല വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ്, അതിൻ്റെ അപ്രോച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നത്. അതിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ചെയ്തിട്ടുള്ളൂ, പക്ഷേ 3 സ്റ്റെപ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അത് കംപ്ലീറ്റ് ആകുന്ന ഒരു 6 സ്റ്റെപ്സ് പ്രോസസ്സ് വഴിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെലക്ഷൻ ഓഫ് പാരൻസ്. അതായത് ബെറ്റർ ഈൽഡ് കിട്ടുന്ന ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ബെറ്റർ ഈൽഡ് കിട്ടുന്ന ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല പാരൻസിന് നമ്മൾ അത് സെലക്ട് ചെയ്ത് വെക്കുക. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല പ്ലാന്റ്സ് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ വി ഡു എമാസ്കുലേഷൻ. എമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫ്ലവറിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇപ്പോൾ ചിലപ്പോൾ ഇതൊരു ബൈസെക്ഷൽ ഫ്ലവർ ആയിരിക്കും, യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ വേണ്ടി വരത്തില്ല. ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ മാത്രം നമ്മൾ എമാസ്കുലേഷൻ ചെയ്താൽ മതി. അതിൻ്റെ ആന്തറിനെ റിമൂവ് ചെയ്തെടുക്കണം. ഓക്കെ, അതിൻ്റെ ആന്തർ റിമൂവ് ചെയ്തെടുക്കുന്നത് ഒരു പെയർ ഓഫ് ഫോർസെപ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആന്തർ പതുക്കെ റിമൂവ് ചെയ്തെടുക്കണം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എമാസ്കുലേഷൻ. അപ്പോൾ എന്താണ് എമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ ആന്തർ റിമൂവ് ചെയ്തെടുത്ത് മാറ്റുക. അതായത് പോളിനേഷൻ നടക്കുന്നതിന് മുന്നേ ആന്തർ റിലീസ് ആവരുത്. ആന്തർ റിലീസ് ആയിട്ട് പോളൻ ഗ്രെയിൻ ഉണ്ടാവാൻ പാടില്ല, പുറത്ത് വരാൻ ഡസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിന് മുന്നേ നമ്മൾ എന്തോ ചെയ്യണം, ഒരു ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ ആന്തർ മെച്യൂർ ആവുന്നതിന് മുന്നേ എങ്ങാവുമ്പോൾ തന്നെ അതിൻ്റെ ആന്തർ റിമൂവ് ചെയ്ത് മാറ്റി അതിന് എമാസ്കുലേഷൻ എന്ന പ്രോസസ്സിന് വിധേയമാക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ വെച്ചാൽ അതിനെ ഒരു ബട്ടർ ക്ലോത്ത് വെച്ചിട്ടോ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ് വെച്ചിട്ടോ അത് നമ്മൾ ആ ആന്തർ റിമൂവ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന പ്ലാന്റിനെ കവർ ചെയ്യണം. എന്ന് വെച്ചാൽ വേറെ എക്സ്ട്രാ, അതായത് പുറത്തുനിന്ന് വേറൊരു പോളൻ വന്ന് ആ ഫ്ലവറിനെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, സ്റ്റിഗ്മയിലൊന്നും വീഴാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്, അതിനെ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്ത് വെക്കണം. ദെൻ വി ഡു പോളിനേഷൻ. പോളിനേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ആപ്റ്റായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിനെ സെലക്ട് ചെയ്തിട്ട് എന്തോ ചെയ്യുന്നു, നമ്മളിപ്പോൾ കവർ ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ ബട്ടർ പേപ്പർ ശകലൊന്നും പൊക്കിയിട്ട് അതിന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പൊക്കരുത്, കാരണം വിൻഡൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ചിലപ്പോൾ ഏതെങ്കിലും പോളൻ ഗ്രെയിൻ നമ്മൾ ഇടുന്നതിന് മുന്നേ ചിലപ്പോൾ ഒന്ന് വീണിരിക്കാം. അതുകൊണ്ട് നമ്മൾ ബട്ടർ പേപ്പർ ശകലം ഒന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പോളനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദറ്റ് ഈസ് ദ പോളിനേഷൻ. അപ്പോൾ പോളിനേഷൻ കഴിഞ്ഞല്ലോ, നമ്മുടെ സ്റ്റിഗ്മ റിസപ്റ്റ് ആയപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, മെച്ചുവർ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പോളൻ ഗ്രെയിൻസിനെ ടെസ്റ്റ് ചെയ്തു. ദെൻ അതിനെ റീക്യാപ്പ് ചെയ്യാം, ഒരു റീബാഗിങ് ചെയ്യുക. റീബാഗിങ് ചെയ്യുമ്പോഴത്തേനും എന്താണ്, ഒരു പോളിത്തീൻ ഷീറ്റോ ബട്ടർ പേപ്പർ യൂസ് ചെയ്ത് തന്നെ അതിന് വീണ്ടും റീബാഗ് ചെയ്യുക. കാരണം ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫോം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനായിട്ട് എംബ്രിയോ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളൊരു ഫ്രൂട്ട് ഫോം ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളതിനെ റീബാഗ് ചെയ്ത് വേറെ പുറത്തുനിന്നുള്ള ഒരു പോളൻ്റെ അറ്റാക്ക് ഉണ്ടാവാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നു, റീബാഗ് ചെയ്തിട്ട് ജസ്റ്റ് ലേബൽ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ലേബൽ ചെയ്യുക. ഇതാണ് 6 പ്രോസസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ദാറ്റ് ഈസ് സെലക്ഷൻ ഓഫ് പാരൻസ്, എമാസ്കുലേഷൻ, ബാഗിങ്, പോളിനേഷൻ, റീബാഗിങ് ആൻഡ് ലേബലിംഗ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് വരെ, അതായത് പ്രീ ഫെർട്ടിലൈസേഷൻ വരെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതായത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫെർട്ടിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അതിന് മുന്നേ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 9 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് ആദ്യം ഇത് ഡിസ്കസ് ചെയ്യാം, പിന്നെ നമുക്ക് വളരെ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഇത് എന്തായാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഷുവർ ആയിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ
അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്, സൈനർജിഡ്സ് ഹാവ് സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് ആൻഡ് മൈക്രോപൈലർ ട്യൂബ് റൈറ്റ് ദ നെയിം ഫങ്ഷൻ ഓഫ് ദി സ്ട്രക്ചർ. സൈനർജിഡ്സ് നമ്മുടെ എംബ്രിയോ സാക്കിൽ എവിടെയാണ് മൈക്രോപൈലർ ടിപ്പിൽ ഉള്ളൊരു സെല്ലുലാർ തിക്കനിങ് ആണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈനർജിഡ്സിന് ഒരു സെല്ലുലാർ തിക്കനിങ് ഉണ്ട്. ആ തിക്കനിങ്ങിൻ്റെ പേരെന്താണ്? എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടോ? അതാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഓർമ്മയുണ്ടോ? ഫിലിഫോം അപ്പാരറ്റസ് നമ്മളത് ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് ഫിലിഫോം അപ്പാരറ്റസിനെ പറ്റി. ഫിലിഫോം അപ്പാരറ്റസ് അതിൻ്റെ ഫംഗ്ഷൻ ഓർമ്മയുണ്ട് എല്ലാവർക്കും. അതായത് പോളൻ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോളൻ ട്യൂബ് ഫോം ചെയ്യില്ല. ആ പോളൻ ട്യൂബിനെ നേരെ എഗ്ഗിൻ്റെ അടുത്തോട്ട് എത്തിക്കുന്നതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ. അതാണ് ഫിലിഫോം അപ്പാരറ്റസ് ഫംഗ്ഷന്. നെക്സ്റ്റ്, അപ്പം അത് മനസ്സിലായ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിനർജൻസിലുള്ള സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗെറ്റ് ദി പോളൻ ഗ്രെയിൻ ടു ദി egg. ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is in angiosperms female gametophyte is known as embryo sac. Explain its development. ഓക്കെ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അപ്പോൾ ഈ ആൻജിയോസ്പെർംസിലെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിനെ നമ്മൾ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നു. അതിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഓഫ് എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് ഈസ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ സാക്ക് എന്ന് പറയും. അതായത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് നമ്മുടെ എംബ്രിയോ സാക്ക് ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫോർമേഷൻ ഞാൻ ജസ്റ്റ് പറയാം. അത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ തന്നെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് അതറിയാം. എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ന്യൂസെല്ലസ് എന്ന് പറയുന്ന മാസ് ഓഫ് സെൽസ് നമ്മുടെ എന്താണ് ഇൻഡ്യൂഗമെൻറ്റിനകത്തുണ്ട്. മൈക്രോപൈലർ എൻഡിലുള്ള ഒരു ന്യൂസെല്ലസ് പ്രൊളിഫറേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തായിട്ട് മാറും? അത് മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ആ മെഗാസ്പോർ മദർ സെൽ റിഡക്ഷൻ ഡിവിഷൻ നടത്തിയിട്ട് എങ്ങനെ 4 മെഗാസ്പോർ ആയിട്ട് മാറുന്നുണ്ട്. 4 മെഗാസ്പോറിൽ 3 മെഗാസ്പോർ എന്തോ ചെയ്യും? ഡിജനറേറ്റ് ആയിട്ട് ഒരു മെഗാസ്പോർ മാത്രം ഫങ്ഷനായി അതിൻ്റെ ന്യൂക്ലിയസ് 3 ഫ്രീ ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി 8 സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. 8 സെൽസ് ഫോം ചെയ്യുന്നത് അതിൽ 3 സെൽസ് മൈക്രോപൈലർ എൻഡിലോട്ടും 3 സെൽസ് ജലാസൻ എൻഡിലോട്ടും 2 സെൽസ് സെൻട്രൽ സെല്ലിലുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. മൈക്രോപൈലർ എൻഡിലുള്ളത് സൈനർജിഡ്സും 2 സിനർജിഡും 1 എഗ്ഗും. പിന്നെ സൈനർജിഡ്സിനുള്ള സെല്ലുലാർ തിക്കനിങ് ഫിലിഫോം അപ്പാരറ്റസ്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് മൈക്രോപൈലർ എൻഡിലെ ജലാസലിൽ ഒരു 3 സെല്ലിസ് കൊള്ള ആൻറ്റിപോഡൽസ്. പിന്നെ നടുക്കുള്ള 2 സെൽസ് നമ്മൾ എന്താ പറഞ്ഞാൽ പോളാർ ന്യൂക്ലിയർ. ഇതാണ് എന്താണ് എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇത് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ സാക്ക് ബിക്കോസ് ഇറ്റ് ഡെവലപ്പ് ഫ്രം എ സിംഗിൾ സെൽ. ഓക്കെ, ഇതാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്ക്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കൂടുതൽ മാർക്ക് ചെയ്യാനാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ലാസ്റ്റിൽ ഞാനൊന്ന് ഉറച്ച് കാണിച്ചു തരാം. Many of the flowering plants have developed some devices for discouraging inbreeding. Write any 2 of them. നമ്മൾ നേരത്തെ ഔട്ട്ബ്രീഡിങ് ഡിവൈസസ് പഠിച്ചായിരുന്നു. അതിൽ 2 എഴുതിയാൽ മതി. ഏതൊക്കെയായിരുന്നു അതൊക്കെ? പോളൻ റിലീസ് ആൻഡ് സിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിൻക്രോണൈസ്. അത് രണ്ടും സിൻക്രോണൈസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേത് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. പിന്നെ ഏതാണ്? ചോക്കു യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് ആന്തരം. പിന്നെന്താണ്? അതിൻ്റെ പൊസിഷനും സ്റ്റിഗ്മയുടെ പൊസിഷനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. 4 പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ 2 പോയിൻറ്റ്സ് എഴുതുക. ഡിഫറെൻറ്റ് ഡബിൾ ഫെർട്ടിലൈസേഷൻ പറഞ്ഞാൽ പോളൻ ട്യൂബ് ഗ്രോ ചെയ്ത് വരുമ്പോഴത്തേനും ജനറേറ്റീവ് സെല്ലിൻ്റെ 2 സെൽസായിട്ട് മാറുന്നുണ്ട്. 2 മെയിൽ ഗാമീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഒരു മെയിൽ ഗാമീറ്റ് ഒരു മെയിൽ ഗാമീറ്റ് എക്സെല്ലുമായിട്ട് ചേർന്ന് സൈഗോട്ട് ഫോം ചെയ്യുന്നു. വേറൊരു മെയിൽ ഗാമീറ്റ് എവിടെയാണ് നമ്മുടെ പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. സിൻഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ ഈസ് കോൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സിൻഗമി പ്ലസ്
Triple fission is called double fertilization. Next, Rija is a science student observe the structure of mature embryo sac comprising antipodal, central cell, leg apparatus. Explain each one of them. അപ്പോൾ നമ്മൾ എന്തിനെ പറ്റിയൊക്കെ നോക്കണം? എംബ്രിയോ സാക്കിലെ ആൻറ്റിപോഡൽസ്, സെൻട്രൽ സെൽ, ലെഗ് അപ്പാരറ്റസ് ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെയ്സ് വാലിസ്നേരിയ റോസ് ഗ്രൂപ്പ് them based on pollinating agents. Describe the adaptation of each flower relating with the agents of pollination. Pollinating agents വെച്ചിട്ട് നമുക്ക് ഈ മൂന്നിനെ അവർ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അഡാപ്റ്റേഷനും പറയാം. അപ്പം മെയ്സ് എന്ന് പറയുമ്പോഴത്തേനും ഏത് പോളിനേഷൻ ആയിരിക്കും? ദാറ്റ്സ് വിൻ പോളിനേഷനാണ് മെയ്സിനുള്ളത്. വാലിസ്നേരിയയ്ക്കുള്ളത് വാട്ടർ പോളിനേഷൻ ഓർ ഹൈഡ്രോഫിലിയാണ്. റോസിനുള്ളത് അനിമൽ പോളിനേഷനാണ്. അപ്പോൾ മെയ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ നവീൻ പോളിനേഷൻ്റെ പ്രത്യേകത എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമെൻസ് ആയിരിക്കും, ഫെദറി സ്റ്റിഗ്മ ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും അതിനുള്ളത്. ഇതാണ് വിൻ പോളിനേഷൻ്റെ പ്രത്യേകത. വാലിസ്നേറിയയുടെ പോളിനേഷൻ എന്താണ് ഞാൻ പറഞ്ഞത്? വാട്ടർ പോളിനേഷനാണ്. അതിൻ്റെ എന്താണ് അഡാപ്റ്റേഷൻ എന്താണ്? നമ്മുടെ പോളൻ ഗ്രെയിൻസിൻ്റെ അത് ലോങ് റിബൺ ഷേപ്ഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ വെറ്റി മ്യൂസിലേജിനിയസ് ഒരു കോട്ടിങ് അതിനുണ്ടായിരിക്കും. ഇതാണ് വാലിസ്നേറിയയുടെ പ്രത്യേകത. റോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവറാണ്. ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവറിനുള്ളത് എന്തുകൊണ്ടാണ് അതിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു? ആനിമൽ പോളിനേഷൻ ആയിട്ടുള്ളതിന്, ലാർജ് ഫ്ലവർ ആയിട്ടുള്ളതിന് അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ലാർജ് ഫ്ലവർ ആകുമ്പോഴത്തേന് അതിൻ്റെ നെക്ടർ, ഫ്രേഗ്രൻസ്, പിന്നെ എന്താണ് നെക്ടറായിരിക്കും, ഫ്രേഗ്രൻസ്, പിന്നെ ലാർജ് ഫ്ലവർ ആയിരിക്കും. പിന്നെ സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. നല്ല ആനിമലിൻ്റെ പറ്റിപ്പിടിക്കുക. അപ്പോൾ സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. അതാണ് അനിമൽ പോളിനേഷൻസിൽ പോളൻ ഗ്രെയിനിൻ്റെ അഡാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്നർമോസ്റ്റ് ലെയർ. എയ്ത്ത് ക്വസ്റ്റ്യൻ ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി മൈക്രോസ്പോറാഞ്ചിയം വിച്ച് നറിഷസ് ദി ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ ഈസ് കോൾഡ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പോളൻ ഗ്രെയിൻസിൽ ഇന്നർമോസ്റ്റ് ലെയർ ഏതായിരിക്കും? മൈക്രോസ്പോറാഞ്ചിയത്തിൻ്റെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 3 പ്രൊട്ടക്റ്റീവ് ലെയറും ഒരു നറിഷ്മെൻറ്റ് ലെയറും. ഏതാണ്? ടപ്പീറ്റം അല്ലേ? ടപ്പീറ്റമാണ് ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി മൈക്രോസ്പോറാഞ്ചിയം. അതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ നറിഷ് ചെയ്യുന്നത്. ഓക്കെ, ഔട്ടർ ലെയർ 3 എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം ആൻഡ് മിഡിൽ ലെയർ. ഓക്കെ, ഇൻ പപ്പായ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ പ്രസന്റ് ഇൻ സെപ്പറേറ്റ് പ്ലാന്റ്സ്. ദേ ആർ സെഡ് ടു ബി ഡൈഷ്യസ്. അതിനെ നമ്മൾ ഡൈഷ്യസ് എന്നാണ് പറഞ്ഞത്. നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു, കോണിൽ അല്ലെങ്കിൽ മെയ്സിലും കാസ്റ്റോറിലും, കോണിലല്ല മെയ്സിലും കാസ്റ്റോറിലും മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഒരു പ്ലാന്റിലുണ്ട്. ഒന്നില്ലെങ്കിൽ അത് മോണേഷ്യസ്, രണ്ടില്ലെങ്കിൽ അത് ഡൈഷ്യസ്. അപ്പോൾ രണ്ടിലെന്ന് ഓർക്കുക. അപ്പോൾ അത് ഡൈഷ്യസ് ആണ്. അതായത് പപ്പായയിലെ മെയിലും ഫീമെയിൽ ഫ്ലവേഴ്സ് രണ്ട് പ്ലാന്റിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 9 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞു തരാവേ. ഓക്കെ, ഇതാണ് ഒരു എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. ഇതാണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഇത് എംബ്രിയോ സാക്ക് വരയ്ക്കാനായിട്ടല്ല, ഇത് അടയാളപ്പെടുത്താനായിട്ട് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടതിൽ അതിലവർ അടയാളപ്പെടുത്താനാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് മൈക്രോപൈലാർ എൻഡ് ഓഫ് എംബ്രിയോ സാക്ക്. ഓക്കെ, ഇതാണ് മൈക്രോപൈലാർ എൻഡ്. മൈക്രോപൈലാറിൻ്റെ ഓപ്പോസിറ്റ് ഈസ് ചലാസ. തലാസയ്ക്കകത്തുള്ള 3 സെൽസ് ആൻറ്റിപോഡൽസ്. ഇത് പോളാർ ന്യൂക്ലിയൈ. ഇത് രണ്ടും സൈനർജിഡ്സ്. നടുക്കുള്ളത് എക്സെല്. ഇവിടെ അതിൻ്റെ സെല്ലുലാർ തിക്കനിങ് കണ്ടോ? ഇതാണ് റിലിഫോം അപ്പാരറ്റസ്. ഇത് ഔട്ടർ ഇൻട്രിഗ്യുമെന്റ്. ഇതിനകത്തുള്ളത് ഇന്നർ ഇൻട്രിഗ്യുമെന്റ്. ഇതാണൊരു എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എക്സാമിന് മാർക്ക് ചെയ്യാനായിട്ട് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ബാക്കി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ്സായിട്ട് ചോദിക്കണമെന്നാണ്. അപ്പോൾ ശരി, എല്ലാവർക്കും നമുക്ക് ബാക്കി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.